അല്ല എന്താ കണ്ടതെന്ന് വെച്ചാൽ എന്നോട് അത് തുറന്നു പറ. എന്താ കണ്ടത്? ഞാനല്ലേ അത് പരിഹരിക്കേണ്ടത് അല്ലേ? അമ്മയടുത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാ? അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ആ വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാ ഉള്ളതെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറ. എന്താ പറയടി? പറയാനില്ലേ? എന്നാ പിന്നെ പോ. ആങ്ങളെയാണ് പാറ വെക്കാൻ വന്നിരിക്കുന്നു. ആസത്തുക്കള് ഉള്ള ഉടായ്പ തേച്ചും കൈമലുണ്ട് രണ്ടിനും. അതെ, അവന് കൂടുതലെങ്കിലും വിശ്വസിക്കുന്നു വേണ്ട. അവന്റെ എല്ലാ കയ്യിലിരിപ്പും അവന്റെ കയ്യിലുണ്ട്. എല്ലാ കയ്യിലിരിപ്പും അവന്റെ കയ്യിൽ മടക്കി അവിടെ വെക്കട്ടെ. അതിന് എനിക്കെന്താ പാർഷ്യാലിറ്റി? അത് എനിക്കുണ്ട്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അതല്ല, നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡയലോഗ്. അവൻ എന്തോ ആകാം, അവൻ എങ്ങനെയാ നടക്കുക. നിങ്ങൾ പെമ്പിളാരാണ് സൂക്ഷിക്കേണ്ടത്. അവൻ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവൻ എന്നോട് എപ്പോഴും തുറന്നു പറയാറുണ്ട്. നിങ്ങളല്ലേ ഒളിപ്പിച്ച് ഇതാക്കി നിങ്ങളെ ഫോണിന് കുത്തി ഞാൻ വരുമ്പോ ഇങ്ങനെ കളിക്കുന്നത്. നിങ്ങളല്ലേ അങ്ങനെ കളിക്കുന്നത്? അവനോട് ചോദിച്ചു. അവൻ ഫോണിൽ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നുണ്ടെങ്കിൽ അവൻ ഫോണിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാറ്. അവൻ എന്റെ മുന്നിൽ തന്നെയാ നോക്കുന്നത്. ആ പാർക്ക ഉടായിപ്പുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. വിചാരിച്ചോ? നിങ്ങൾ അത് പഠിച്ചു വെച്ചതുകൊണ്ടാ ചെക്കൻ അങ്ങനെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അമ്മ എല്ലാത്തിനും രണ്ടുപേരും എന്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. അപ്പുറത്തേക്ക് പോട്. അങ്ങോട്ട് പോ. നാണം കെട്ട സാധനങ്ങൾ. അച്ചമ്മേന്റെ എല്ലാ ഉടായ്പും പഠിപ്പിച്ചു വെച്ചു. ഞാനേ അവിടെ നിന്ന് പറയാണ്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന എന്നാന്നറിയോ? നിങ്ങളുടെ വീട്ടുകാർ കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. നന്നായി, നീ കാര്യം പറ. നിങ്ങളുടെ അച്ഛൻ മരിച്ച സമയത്ത് ആരാ അടുത്തോണ്ടായിരുന്നത്? അത് അമ്മയും പെങ്ങളും ആണല്ലോ. അല്ലാണ്ട് നാട്ടുകാരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഈ സ്വർണ്ണപ്പല്ല് എടുത്തേക്കണത് ഒന്നുകിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങള്. അമ്മ എടുത്തെങ്കിൽ അമ്മ എന്നോട് പറയത്തില്ലേ? ആണല്ലേ? എന്നാ പിന്നെ ഉറപ്പിച്ചോ നിങ്ങളുടെ പെങ്ങൾ അടിച്ചു മാറ്റിയതാണ്. ആണ്, അത് എത്തേണ്ട അടുത്ത് എത്തി. നീയാണ് വെറുതെ അമ്മേനെ ദേഷ്യപ്പെടുത്തിയേ. ഞാനോ? അവൻ എല്ലാരും വീട്ടിലെ കയ്യിലെടുത്ത് വെച്ചേക്കുവല്ലേ. എല്ലാവർക്കും വിശ്വാസമാണ്. നമുക്ക് അവനിട്ട് നല്ലൊരു പണി കൊടുക്കാം. നമുക്കേ അച്ഛൻ്റെ അടുത്ത് പോയി പറയാം. ആപ്പിള് തലേ വീട് ഓർത്താണ് അങ്ങനെ ചിന്തിച്ചിരിക്കണത്. എന്റെ പ്രകാശം, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കാതെ നിങ്ങളുടെ പെങ്ങളെ വിളിച്ച് കാര്യമൊന്നും നൈസായിട്ട് തിരക്ക്. അച്ഛാ, എന്തുവാണ് ഇത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബിസിനസ് സംസാരിച്ചോണ്ടിരിക്കുന്ന എന്റെ കച്ചാ കൊച്ചാന്ന് പറഞ്ഞു വരുന്നത്. ഈ അങ്ങളുടെ കൂടെയുള്ള ബിസിനസ് അല്ലേ? പ്രകാശ്, എനിക്ക് ഈ കൊച്ചിന്റെ സംസാരം തീരെ പിടിക്കണല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിട്ടുകളാ പിള്ളേരല്ലേ. അച്ഛാ, സഞ്ജു വഴി തെറ്റി പോയിക്കൊണ്ടിരിക്കാട്ടാ. ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്താ പോരെ? ഈ അങ്കിള് ഏതാ കൊണ്ട് കളഞ്ഞേ. അച്ഛാ, അതല്ല, അവന്റെ സ്വഭാവം ഇപ്പൊ അത്ര ശരിയല്ല. എന്റെ അഭിപ്രായത്തിൽ സഞ്ജു നല്ലൊരു പയ്യനാട്ടോ. അത് അങ്കിളാണോ തീരുമാനിക്കണേ? അച്ഛൻ ഞാൻ പറയാം. ഈ സോഷ്യൽ മീഡിയ മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടുവേ. ഉറപ്പായിട്ടും. അച്ഛൻ അവന്റെ അടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇവർ എപ്പം നോക്കിയാലും ഫോൺ വിളിയാ. അച്ഛൻ ഞാൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലായല്ലോ? കാര്യം പിടികിട്ടിയല്ലോ. അച്ഛനെങ്കിലും മനസ്സിലായല്ലോ. അച്ഛനെ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ അച്ഛൻ്റെ അടുത്തൊന്ന് പറഞ്ഞത്. ഞാൻ കൈകാര്യം ചെയ്തു. ധൈര്യമായിട്ട് പോകും. നന്നായി കേട്ടാ, പറഞ്ഞ നന്നായി. പിന്നല്ല, നീ കാര്യം പറ. അതെ, ഈ അച്ഛനമ്മമാര് മരിച്ചു കഴിഞ്ഞാല് അവരുടെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റുന്നത് പെമ്മക്കളാ. അതൊരു പ്രപഞ്ച സത്യമാണത്. അപ്പൊ ഇത് ഉറപ്പാ? അവള് തന്നെ അടിച്ചു മാറ്റിയതാ? ഉറപ്പാണത്. എടാവേ, അച്ഛന് 3 സ്വർണ്ണപ്പല്ല ഉണ്ടായിരുന്നു. കണക്ക് പ്രകാരം ഒരു പല്ല് അമ്മയ്ക്ക്, ഒരു പല്ല് എനിക്ക്, ഒരു പല്ല് സരിതയ്ക്ക്. ആണോ? അതെ. അമ്മയെ നോക്കുന്നത് ഞാനല്ലേ? പിന്നെ അപ്പൊ 2 സ്വർണ്ണപ്പല്ല് എനിക്ക് അവകാശപ്പെട്ടതാ. തീർച്ചയായിട്ടും. അവള് 3 അടിച്ചോണ്ട് പോയില്ലേ? വിടത്തില്ലേ? ആ 3 വേണ്ട, 2 ഞാൻ കൃത്യമായിട്ട് പിടിച്ചു പറ്റും. നമുക്ക് പരിപാടി ഒപ്പിക്കണം. നീ വാ. നീ ആ കൂടോത്രക്കാരി ഗീതയുടെ ഫോട്ടോ എന്തിനാ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു? അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. എടി, അവൾ അത്ര ശരിയല്ലെന്ന് ഞാൻ നിന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. അവളെത്ര പ്രശ്നക്കാരിയാണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. മൂത്തവര് പറയുന്നെങ്കിലും ഒന്ന് അനുസരിക്കാൻ പഠിക്കും. നിങ്ങളെ കുറ്റങ്ങൾ നിങ്ങളെ മുഖത്ത് നോക്കി പറയുന്നുണ്ടല്ലേ നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലാത്തത്. എന്നെ കുറ്റം പറയാൻ അവളാരടി? അഥവാ അവൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവളെ നിലനിർത്താൻ ഈ സരസ്വതി നമുക്ക് അറിയാം കേട്ടോ. എന്നാ പിന്നെ അവളോട് അങ്ങ് നേരിട്ട് പോയി പറഞ്ഞാ പോരെ. പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിങ്ങനെ തുള്ളണ. അപ്പൊ നീ അത് ഡിലീറ്റ് ചെയ്ത് കളയില്ലല്ലേ? ഞാൻ എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. ഞാൻ ഡിലീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കണ്ട. അവള് ഫോട്ടോയിൽ വരെ കൂടോത്രം ചെയ്യുന്നതാണേ. ഇത് നീ ഡിലീറ്റ് ചെയ്യില്ലേ നീ അനുഭവിക്കും. സത്യമായിട്ട് നീ അനുഭവിച്ച പിടിക്കുള്ളൂ. തള്ള വാ തുറക്കുന്നതന്നെ എന്നെ കുറ്റം പറയാനും തിന്നാനും കള്ളത്തരം പറയാനാ. അതെ വേണു, ഈ സ്വർണ്ണപ്പല്ലെന്ന് പറയുമ്പോ അത് എത്ര പവൻ കാണും?
നമ്മുടെ ചെലവിനുള്ള എന്നാലും കാണും. നിങ്ങളുടെ അച്ഛന്റെ പല്ലല്ലേ 916 ആയിരിക്കും, നല്ല വില കിട്ടും. അടിപൊളി. ആ എന്താ നീ ഈ ഫോൺ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കും ഏതാണ്ടൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു പരാതി കിട്ടില്ല. ഈ പരാതി എവിടുന്ന് കിട്ടി? പരാതി കിട്ടിയത് നിന്റെ പെങ്ങന്മാരുടെ അടുത്തുനിന്ന് തന്നെയാ. ഓഹോ, ഞാനിത് യൂസ് ചെയ്യുന്നത് എനിക്ക് PSC പഠിക്കാനും അതിന്റെ ഗ്രിഡൊക്കെ ഡൗൺലോഡ് ചെയ്യാനും, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. നീ ഫോണിൽ വേണ്ടാതിനൊക്കെ കാണിച്ചു കഴിഞ്ഞാലേ അക്ഷരം പ്രതി എനിക്ക് അറിയാൻ വഴിയുണ്ട്. സൈബർ സെല്ലിൽ എനിക്ക് ആളുള്ള. സൈബർ സെല്ലോ? ആര്? ഫെർണാണ്ടസ് ഡിസൂസ. കണ്ടാ തന്നെ പേടിയോ, ഒരു കൊമ്പമീശക്കാരൻ. ഇപ്പൊ ഇതൊന്നും കണ്ടുപിടിക്കാൻ ഒരു ഡിസൂസയുടെ ആവശ്യമൊന്നുമില്ല. അതിനൊക്കെ ഫോണിൽ നല്ല നല്ലൊരു ആപ്പൊക്കെ ഉണ്ട്. എന്തോന്ന്? PMT, അതായത് പേഴ്സൺസ് മൈൻഡ് തെറപ്പി ആപ്പ്. ഈടാ, ഇത് ഉപയോഗിക്കാൻ ഭയങ്കര പാടല്ലേടാ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? യവൻ പറയാൻ തന്നെ പാടുപെടുന്നു, അപ്പൊ ഉപയോഗിക്കാൻ എന്ത് കഷ്ടപ്പാടായിരിക്കും. അതെ, അതൊക്കെ വെച്ച് നിങ്ങളിപ്പോ ചിന്തിക്കുന്ന കാര്യം, നിങ്ങൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം എല്ലാം സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. വെറുതെ പറ്റിക്കാൻ നോക്കണ്ട. അങ്ങനെ ഒന്ന് സ്കാൻ ചെയ്യാൻ നിൽക്കും. എന്നെ സ്കാൻ ചെയ്യാൻ സമ്മതിക്കില്ല. മൈൻഡ് റീഡ് ചെയ്യട്ടെ. എന്നാ കൈയെങ്കിലും ഒന്ന് കാണിക്കാം. കൈ ഞാൻ കാണിക്കില്ല. കൈ കാണിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല. അവനെ ഞാൻ സപ്പോർട്ട് ചെയ്തപ്പോ അവൻ എന്നെ റീഡ് ചെയ്യാൻ പോകും. ഇതെന്ത്? അച്ഛന്റെ കൂട്ടുകാരൊക്കെ കളിയൊന്നും വേണ്ട. എന്നാ അച്ഛനെ സ്കാൻ ചെയ്യട്ടെ. വേണ്ട, ഒന്ന് കൈയെങ്കിലും കാണിക്കാം. അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. വിട്ടുകളി. ഇതെന്തോന്ന്? സന്ദേഹാണോ നിനക്ക്? പെങ്ങന്മാർന്ന് എഴുതി വിട്ടാളെ വിളമ്പര എനിക്കിട്ട് പാരവണയാ നോക്കുന്ന ഒരു പണി കൊടുത്തോട്ടെ തന്നെ കാര്യം. എടാ പുണ്ണി ഇങ്ങോട്ട് വന്നടാ, ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നേ. എടാ മോനെ, ഇതെന്താണെന്നൊന്ന് പറഞ്ഞേടാ. അതെന്താണ് വെച്ചാ, ഓ ഇത് മംഗ്ലീഷ് ആണ്. എന്താണ് വെച്ചാ അതൊക്കെ എനിക്ക് മനസ്സിലായി, നീ പറ അതെന്താണെന്ന് വെച്ചാൽ വായിക്കും. ഇതെന്താണെന്ന് വെച്ചാ, ഗീത എന്ന് പറഞ്ഞ ഒരാള് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് കമന്റ് ആയിട്ട് പുഷ്പ പ്രകാശ് എന്ന് പറഞ്ഞ ആള് കമന്റ് ചെയ്തിട്ടുണ്ട്. എടാ അത് എന്താ എഴുതിയെന്നൊന്ന് വായിക്കാനാ പറഞ്ഞത്. പുഷ്പ പ്രകാശ് എന്റെ അമ്മയല്ലേ? എന്റെ അമ്മയ്ക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. അവളുടെ അമ്മായിയമ്മ ഞാനല്ലേ? അതെ. അവളെ ഇഷ്ടപ്പെടാൻ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഇവളാണ് തീരുമാനിക്കുന്നത്? അതെ. അല്ല അല്ല അല്ല, നീ ഇങ്ങോട്ട് കൊടുക്കാടാ. അവളെ ഞാനിന്ന് കാണിച്ചു കൊടുക്കാട്ടോ. എന്താടി ഞാൻ ആലോചിക്കായിരുന്നേ, അവൻ അച്ഛനെ നല്ലത് കിട്ടിയിട്ടുണ്ടോ? അവന് നല്ലത് കിട്ടിയിട്ടുണ്ട്. അവന്റെ ചെവിക്കല്ല് പോയിട്ടുണ്ടാവും. ഇതാരിത്? 100 ആയുസാണല്ലോ ചെക്കന്. എന്താടാ പറ്റിയേ? നിനക്ക് നല്ലത് കിട്ടിയോ അച്ഛൻ്റെ? നല്ലത് കിട്ടി. വയറ് നിറഞ്ഞല്ലേ? പേടിച്ചു പോയി കാണും. ഒച്ചോ, ഞങ്ങൾ പേടിച്ചു പോയേ. എടാ നിനക്ക് ഏത് നേരം ഈ ചെടി നനക്കലും ചെടി നടലൊക്കെ ഉള്ള പണിയൊന്നുമില്ലേ? പിന്നെ നിന്നെയൊക്കെ പോലെ ഇങ്ങനെ വല്ലവനെ കുറ്റം പറഞ്ഞാൽ നടക്കണം രാവിലെ തൊട്ട്. പാവൻ ചെക്കൻ ചീത്തയായിട്ട് പേടിച്ചു പോയി. പേടിച്ചു പോയി. ദൂഷിപ്പല്ല, അങ്ങനെ അങ്ങ് പോട്ടെ. ഞാൻ നാട്ടുകാർ ഏത് പെണ്ണുങ്ങളെ എന്താ ചെയ്ത് നിനക്കൊക്കെ നീയൊക്കെ തലേ കയറി നിരങ്ങുന്ന എന്നെ ഒഴിച്ചങ്ങോ. നീയൊക്കെ ചുമ്മാ തലേ കയറി നിരങ്ങല്ലേ എത്ര ഉടനെ പറഞ്ഞേക്കും. നിന്റെ കഥയൊക്കെ എനിക്ക് അറിയാടി. എടി സരിതേ മോളെ, നമ്മുടെ അച്ഛൻ മരിക്കുമ്പോഴേ എത്ര സ്വർണ്ണപ്പല്ലുണ്ടായിരുന്നടി? 3 എണ്ണം അല്ലേ? അത് നീ എടുത്തായിരിക്കും അല്ലയോ? എന്താ? എൻ്റെ ഒക്കെ അങ്ങനെ അല്ലല്ലോ വേറെ ചിലരൊക്കെ പറഞ്ഞത്. എന്താ? ഹലോ ഹലോ വച്ച ആടി പുതിയ കാറ് തന്നെ. അല്ല എൻ്റെ സഞ്ജു പറഞ്ഞു അതിൽ കിടക്കാനും ഇരിക്കാനെല്ലാം പറ്റൂന്ന്. ഇങ്ങനെ കുളിക്കാനെല്ലാം ഉള്ള സൗകര്യം ഉണ്ട് പോലും. അവൻ പറയുന്നത് കുറച്ച് വലിയ പൈസയുടേതാണ്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അതെ, ആ കൂടോത്രം ഗീതയുടെ ഫോട്ടോയുടെ അടിയിലേ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നീ എന്തിനാ കമന്ററി എഴുതിയത്? കമന്ററി അല്ല, കമന്റ്. അത് എഴുതിയത് എന്തിനാ? അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാമല്ലേ, പിന്നെ എങ്ങനെയൊക്കെ എഴുതാൻ പോണത്? എന്റെ ഫേസ്ബുക്കിൽ എന്ത് എഴുതണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ നിങ്ങളല്ല. അത് എളുപ്പം അങ്ങ് മാച്ചു കളഞ്ഞേ. അത് മാച്ചു കളയാനേ. മായ്ച്ചു കളയാൻ ഇത് സ്ലേറ്റ് അല്ല, ഫോണാ. അപ്പൊ നീ മായ്ക്കില്ല. എടി ഇത് എനിക്ക് മായ്ക്കാനൊക്കെ എന്റെ അപ്പൂനെ എന്നെ പഠിപ്പിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടോ, ഞാൻ മായ്ച്ചു തരാം. അങ്ങനെ മായ്ക്കാൻ പറ്റില്ല ഇത്. എടി മോളെ അങ്ങോട്ട് ഇതങ്ങനെ മായ്ക്കാൻ പറ്റില്ല. പറ്റില്ല അതന്നെ. എനിക്ക് അവളെ ഇഷ്ടമല്ല, അങ്ങനെ എഴുതാനും പറ്റില്ല. ഇവിടെ തന്നെ അങ്ങനെ പറ്റൂല.
ഇങ്ങോട്ട് താടി. ഫോൺ വലിക്കാൻ പാടില്ല, എന്റെ ഫോൺ കിട്ടും. ഞാൻ മാറ്റോളാം. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ? ഇവിടെ താടി. അയ്യോ. എന്റെ പൊന്നേ. ഔ. നീ എന്നെ അങ്ങോട്ട് എഴുതിപ്പിക്കാറോടി. നീ എന്നെ അവിടെ കിടക്കൂ. അവിടെ കിടക്കടി. ഞാൻ എടുക്കില്ല എന്നെ. അമ്മടി. തള്ളയുടെ വിചാരം പൂട്ടും താക്കോലോട്ട് പൂട്ടുന്ന സാധനം ഫേസ്ബുക്ക് എന്താ ആരോഗ്യം നീ ഇതെങ്ങനെ ഓർന്നടാ? താക്കോല് വെച്ച് തുറന്നു. മാറിക്കട അങ്ങോട്ട്. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ അലമാര തുറക്കരുതെന്ന്. അതെ, ഞാൻ നമ്മുടെ സരിതയുടെ കല്യാണത്തിന്റെ ആൽബം ഒന്ന് നോക്കുകയായിരുന്നു, പഴയ ഫോട്ടോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. ഓ, പെങ്ങളോട് എന്തൊരു സ്നേഹോ. നീ ആൽബം കാണുന്നതിന് മുമ്പ് നീ നിന്റെ പെണ്ണുമ്പിളെ നിലയ്ക്ക് നിർത്താൻ നോക്കണം. അവക്കിട്ടൊന്ന് കൊടുക്കുന്നുണ്ടമ്മേ, ഞാൻ അങ്ങോട്ട് പോവാ. കൊടുക്കണം. ഒന്നല്ലടാ, 4 അടി വെച്ച് കൊടുക്കും. ഉറപ്പായിട്ട് കൊടുക്കും. കൊടുക്കണോടാ. പിന്നെ ഞാൻ നമ്മുടെ അച്ഛനെ മരിക്കുന്ന സമയത്ത് 3 സ്വർണ്ണപ്പല്ലുണ്ടായിരുന്നല്ലോ, അതൊക്കെ അന്നേരം തന്നെ അമ്മ വിറ്റ. അച്ഛന്റെ പല ആരെങ്കിലും വിൽക്കുവോടാ? പിന്നെ എന്ത് ചെയ്തമ്മ? അങ്ങനെ ഓർക്കാൻ ഇതൊക്കെ അല്ലേ ഉള്ളൂ മക്കളെ. അമ്മ സമ്മതിക്കണം കേട്ടാ. ഈ താജ്മഹൽ ഷാജഹാൻ പണിത് മുംതാസിന്റെ ഓർമ്മയ്ക്ക് എന്താ പറഞ്ഞ പോലെ അമ്മ ഈ സ്വർണ്ണപ്പല്ലെല്ലാം കൂടെ അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? വലിയ കാര്യമാണ് കേട്ടോ അത്. അത് കളയാതെ ഞാൻ ഈ ഷെൽഫിലെ ഒരു ചെപ്പിലിട്ടത് അടച്ചു വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എടാ നീ ചൂട് കളയാതെ ആ പെണ്ണ് പള്ളിക്കിട്ട് 4 അടി ഇട്ടിട്ട് വേണം. ഉറപ്പായിട്ടും അവളുടെ പല്ലടിച്ച് തുപ്പിക്കും. എന്നിട്ട് അവൾ കോന്ത്രം പല്ലടല്ലോ ഞാൻ ഡെപ്പിക്കത്തിൽ അടച്ചു വെക്കും. അങ്ങനെ എടാ ഈ സരസ്വതിയോട് കളിച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് നീ പറയണം കേട്ടോ. ഉറപ്പല്ലേ? തീർക്കും ഞാൻ അവളെ. അങ്ങോട്ട് എഴുതി മക്കളെ. അങ്ങനെ 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 നോക്കും അഹങ്കാരിക്കും. ഞാൻ ആർക്കൊക്കെ കമന്റ് ചെയ്യണോ ലൈക്ക് ചെയ്യണമെന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നേ. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൊറിഞ്ഞോണ്ട് വരും. ഇങ്ങോട്ട് വരട്ടെ, ഇനി ഞാൻ കാണിച്ചു കൊടുക്കാം തളക്ക്. എന്ത് സാധനാണ് ഇതെന്താ? അമ്മയുടെ പുഞ്ഞാര മോൻ കാണിച്ചു വെച്ചത് ഓസ് കൊണ്ട് വെള്ളം അടിച്ച്. ആ കണക്കായി പോയി. അവനെ പാരവെക്കാൻ നടക്കുന്നായിട്ടല്ലേ? കണ്ടോടി അമ്മ എപ്പോഴും മോനെ സപ്പോർട്ട് ചെയ്യണത്. അവന്റെ സ്വഭാവത്തിനെ ഇതല്ല ചെയ്യേണ്ടത്. ചാണകം വാരി എറിയോ അവൻ. ശരിയാ. അല്ല ശരിയാന്ന്. ആ വെള്ളം ആടിയിട്ട് കൊടയരുതേ. ഞാൻ തുടച്ചോണ്ടിരിക്കുന്ന നീ കാണുന്നില്ലേ? കുണ്ടിക്കോക്കിട്ടാണെന്ന് തരുവാ. ആ ഏതായാലും നനഞ്ഞതല്ലേ, കുളിച്ചോ. ഒരാൾ കയറിയിട്ട് ഒരാൾ കയറാൻ പാടുള്ളൂ. ഇനി അതിനായിട്ട് ഉണ്ടാക്കരുത്. കുളിക്ക് പോയിട്ട് എന്തായാലും അവനോട് ഇത് ചോദിക്കണം. ചോദിക്കണം. ഞാൻ ചോദിക്കത്തൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർത്തോണ്ടോ. പിന്നെ ഞങ്ങളാര് സപ്പോർട്ട് ചെയ്യും? നിങ്ങളല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്, ഞാനല്ലല്ലോ. ആണോ? ആണോടി? ഓ ഒത്തുതീർപ്പാക്കാൻ വന്നിരിക്കുന്നു ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട്. ഞാൻ വിളിച്ചതേ, സ്വർണ്ണപ്പല്ല് ഇവിടെ തന്നെ ഉണ്ട്. ആണോ? ആ എന്നാ പിന്നെ കേറി എടുക്കറു കാച്ചി. പിന്നെ തുറന്നു വെച്ചിരിക്കല്ലേ എടുത്തോണ്ട് പോവാൻ. അത് എവിടെയൊക്കെ അമ്മ കയറ്റി കൂട്ടി കെട്ടി വെച്ചിരിക്കുക. ആണല്ലേ? ആ നമുക്കേ കേറി അങ്ങ് മോഷ്ടിച്ചാലോ? മോഷ്ടിച്ചിട്ട് ഇവരെല്ലാം കൂടെ എന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വിട്ടും വേറെ പണിയും ഇത് ഭയങ്കര വേറെ വല്ല വഴിയും പറ. അല്ല ഞാൻ പറഞ്ഞു ഇവരില്ലാത്തപ്പോ നമുക്ക് കേറി എടുക്കാൻ പാടില്ലേ? എടാ ഈ വീട്ടിനകത്ത് 4 പിള്ളേര്, പുഷ്പ, അമ്മ, ഇവിടെ ആളൊഴിച്ചിട്ട് നേരം ഉണ്ടാകുകയല്ല. ഒരൈഡിയ ഉണ്ട്, ഇവരെ അങ്ങ് ഒഴിപ്പിക്കണം. എങ്ങനെ? ഐഡിയ ഉണ്ട്, നിങ്ങൾ വാ ഞാൻ പറഞ്ഞുതരാം. വർക്കൗട്ട് ആവോ? പിന്നെ ഞാൻ വിചാരിച്ച വർക്കൗട്ട് ആവാത്ത സംഭവം ഉണ്ടോ? ആ ഒരൊറ്റ പ്രതീക്ഷയുള്ളൂ. ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ ഉണ്ടോ? ഓക്കെ. ആ മണിമുറ്റത്താവണിപ്പന്തൽ അവക്കിട്ട് 4 കൊടുത്തോടാ. അയ്യോ ഇങ്ങനെ ഒരു മരങ്ങോട്ട് എന്തിനു കൊള്ളാടാ അതിന്. അമ്മേ, ഓ നമ്മുടെ അമ്മാവനെ അയ്യോ എന്റെ അങ്ങനെയൊക്കെ എന്നെ പറ്റിയടാ. എന്തുവാ ഇത്? എന്തെങ്കിലും കേട്ടാ ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. അമ്മാവന് എന്നെയും അമ്മയും പുഷ്പയും പിള്ളേരെയൊക്കെ കാണണമെന്നൊരാഗ്രഹം. അങ്ങനെ പറഞ്ഞോ? എന്നാ നമുക്ക് നാളെ തന്നെ അങ്ങ് പോയാടാ എല്ലാവർക്കും കൂടെ. പോയേക്കാം. ആ പക്ഷേ ഈ പുഷ്പേ നമ്മളോട് വരുമോ? അത് നിന്റെ കയ്യിലിരിപ്പോലെ ഇരിക്കും. നീ എന്ന് ചോദിച്ചോ? എന്നെ കൊണ്ട് ചോദിക്കാൻ പറ്റത്തില്ല. ആഹാ എന്നാ ഞാൻ പോയി ചോദിക്കാം. അമ്മ ചോദിക്കും. ഞാൻ ചോദിക്കടാ. ഞാൻ ചോദിച്ചാ അവളെ വരുത്തുകയും ചെയ്യും. വന്നില്ലെങ്കിലേ ഈ സരസ്വതി അമ്മ അവളെ വരുത്തിക്കും. മല്ലിക്കും എന്റെ തനിയോടെ അവൾ അറിയും. അതാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോ അമ്മ എടുക്കുമെന്ന് പറഞ്ഞത്. അമ്മയെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ അമ്മേ.
ഞാൻ ആരാന്നാ നിന്റെ വിചാരം? പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അപ്പൊ ചോദിക്കണം, പുഷ്പയെ കൂട്ടണം. നമ്മൾ നാളെ ഇവിടുന്ന് പോകുന്നു. Cheers. Okay. വാക്ക് വ്യത്യാസം കാണിക്കരുത്. ഞാൻ കാണിക്കില്ല. ആ എനിക്ക് ആ ഒരു വിശ്വാസമേ ഉള്ളു കേട്ടോ. ഓക്കെ, ആ പോയിട്ട് വാടാ. ആ എന്നാ ഞാനെല്ലാം എടുത്തു വെക്കാം. നാളെ എന്തെങ്കിലും പോവാം. അവനെ ഒന്ന് കാണണം. എനിക്ക് അവനെ ഒന്ന് കാണണം. കുറെ നാളായി കണ്ടിട്ട്. അത് പുള്ളിയുടെ വലിയ ആഗ്രഹമാണ്. ആണോ? ആ എന്നോട് എടുത്തു പറഞ്ഞു, എന്റെ ചേച്ചി എങ്ങനെ ഇരിക്കുന്നു, വല്ലതൊക്കെ കഴിക്കുന്നുണ്ടോ, കുടിക്കുന്നുണ്ടോ. എന്തൊരു തിരക്കിലാന്നറിയോ? കൊച്ചുനാളിലും അവൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അവളുടെ ഇതൊക്കെ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അമ്മാവന്റെ മൂല്യത്തെ പറ്റി ഒന്നും ഒരു വിവരവും ഇല്ല. നമ്മുടെ വീട്ടുകാരെ അവൾക്ക് ഇഷ്ടമല്ലടാ. എപ്പോ ഒക്കെ നമ്മുടെ വീട്ടുകാരെ കുറ്റം പറച്ചിലാവും. പൊങ്ങച്ചം കാണിച്ചു കൊടുക്കണം. പോടോ, ഞാൻ കൊടുക്കാം. എന്നെ പട്ടി വിലയല്ലേ, അതൊക്കെ നാളത്തോട് തീരണം. ഏറ്റല്ലോ? ഏറ്റെന്ന് പറഞ്ഞില്ലേ? ചിലപ്പോ വണ്ടിക്കൂലി കൊടുക്കേണ്ടി വരും. അത് അമ്മ തന്നെ ഏറ്റവും വണ്ടിക്കൂലി ഞാൻ കൊടുക്കണം. കുറച്ച് അഭിമാനമല്ലേ അമ്മ? എന്തെങ്കിലും ആട്ടെ, കൊടുക്കാം കൊടുക്കാം. അപ്പൊ ശരി. ആ ശരി മോനെ. പുഷ്പേ, എടി നീ പറയുന്ന എന്തെങ്കിലും ഞാൻ കേൾക്കാതിരിപ്പുണ്ടോ? എടി ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് നോക്കി. നീ ആ കൂടോത്രം ഗീതയുടെ ഫോട്ടോയ്ക്ക് കമൻ്റ് ഒന്നും ചെയ്യരുത്. വേറെ ആരുടെ ഫോട്ടോയ്ക്ക് വേണമെങ്കിലും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തു. ഞാൻ ചെയ്യും. നിന്നോട് എനിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? പിന്നെ നീ എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? മോളെ, നീ എൻ്റെ മരുമോളൊന്നും അല്ല, എൻ്റെ മോള് തന്നെയാണെന്ന് ഓർമ്മ വേണം കേട്ടോ. ആണോ? പിന്നെ അല്ലാതെ. നിനക്കറിയാം അമ്മക്ക് എന്നോട് ഇഷ്ടമുണ്ട്. പിന്നെ ആ അതേന്നേ. പുഷ്പേ, നമുക്ക് എല്ലാവർക്കും കൂടെ എൻ്റെ അനിയൻ്റെ വീട് വരെ ഒന്ന് പോകാം. എന്താ അമ്മ പ്രത്യേകിച്ച്? ഓ പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ നാളായി അവനെ ഒന്ന് കണ്ടിട്ട്. അതുകൊണ്ടൊന്ന് പോയാലോ? എന്താ, നീ വരാവോ? പോവാം, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ ഇപ്പം? എന്നാ ഒരു കാര്യം ചെയ്യും, നീ ആ അടുക്കള പോയി എല്ലാ പണിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തീർത്തു വെച്ചു. ഈ മുളകൊക്കെ ഞാനങ്ങ് പറിച്ചോളാം. പിന്നീണ്ടല്ല, ഇതിൽ ഇങ്ങനെ ഒരു പച്ച കളറ് ചെറിയ ചെറിയ പുഴുക്കളുണ്ടാവും, അത് പറിക്കരുത്. ഒരു പുഴുക്കളെ ഞാൻ പറിക്കില്ല. ഒരു വീട്ടിൽ ഒരു പുഴുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ അങ്ങ് അടത്തി കളയും. നിങ്ങൾ പെട്ടെന്നൊന്ന് പുറത്തേക്ക് വാ, നമുക്ക് പോവേണ്ടതല്ലേ. അയ്യോ, എനിക്ക് വയ്യടി, ഭയങ്കര വയറിളക്കവാ. നിങ്ങൾ പൊക്കോ, ഞാൻ വരാം. അപ്പൊ നിങ്ങൾ വരാതെ കാർ ആരോ ഓടിക്കുന്നേ? എന്താ നിങ്ങൾ വരാതെ കാർ ആരോ ഓടിക്കുവാന്ന്? അത് സഞ്ജു എന്നറിയാം, അവൻ ഓടിച്ചോളൂ. അവൻ ആ പാട്ട വണ്ടി ഒന്നും ഓടിക്കുവല്ല. ഊബർ പിടിച്ചു പോ, ഊബർ. എനിക്കതൊന്നും ബുക്ക് ചെയ്യാനൊന്നും അറിഞ്ഞൂടെ? ഒന്ന് പെട്ടെന്ന് വന്നേ. എടി അവൻ അറിയാം, അവൻ ബുക്ക് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ വരുന്നില്ല? ഞാൻ വരാം, പുറകെ വരാം, പൊക്കോ. അല്ലെങ്കിൽ നിങ്ങൾ വരാത്തതാ നല്ലത്. അമ്മേ, റെഡിയായോ? എന്നാ നമ്മൾ പോയിട്ട് വരാം. ഓക്കെ. അമ്മേ, ഇറങ്ങാം നമുക്ക്. പ്രകാശനം തീടി അങ്ങേർക്ക് തൂറ്റലാ, അങ്ങ് എത്തിക്കോളാന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് തൂറ്റിലും പിടിച്ചോ? എടാ സഞ്ജു, ആ ഊബർ എന്താ അത്, അതൊന്ന് ബുക്ക് ചെയ്തോടാ. ഞാൻ ബുക്ക് ചെയ്തോളാം. ഒന്ന് അപ്പുറം വരെ പോണം കേട്ടാ. നീ എന്ത് പൊട്ടനാടാ, ഇവിടേക്ക് ബുക്ക് ചെയ്യണ്ടേ? കുറച്ച് നടന്നാ പോരെ. എടാ സഞ്ജു, ആ ഫ്രൂട്ട്സ് കടയുടെ മുന്നിൽ നിർത്താൻ പറയണടാ. ഏത് ഫ്രൂട്ട്സ് ആടി മേടിക്കണ്ടേ? അത് നമുക്ക് ഏത്തക്കയും തണ്ണിമത്തനും മേടിക്കാമേ, അപ്പൊ കൊറേ ഉണ്ടാവും. നിന്റെ തണ്ണിമത്ത പൊക്കണം. നല്ല ഒന്നാന്തരം ബേക്കറി കയറി നല്ല കാലം മേടിച്ചോണ്ട് പോകണം. എടാ വേണുകുട്ടാ, നിന്റെ ബുദ്ധി സക്സസാ. എല്ലാരും പോയി, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. മുക്കാല മുക്കാപ്പുല്ല ലൈല, ഓ ലൈല സ്വർണ്ണപ്പല്ലേ. എന്റെ പൊന്നു പ്രകാശി, ഞാനില്ല, എനിക്ക് പേടിയാണ്. എന്തിന്? നിങ്ങളുടെ അമ്മയുടെ റൂമല്ലേ ഇത്? അവരൊക്കെ പോയില്ലടാ പുറത്ത്, ഇങ്ങോട്ട് വാ കയറി. വരാല്ലേ? താക്കോൽ അലമാജിയുടെ താക്കോൽ ഇത് എവിടെ കൊണ്ട് വയ്ക്കുക? താക്കോലാണോ തപ്പണത്? ആ, ഒറ്റ മിനിറ്റേ. പിടിച്ച്. ഇതെങ്ങനെ നിനക്കറിയാം? താക്കോൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മുളകൻ ടിന്നകത്ത്, അല്ലെങ്കിൽ ചെടിച്ചട്ടിയുടെ അടിയിൽ ഇരിക്കണം. മഹാനുഭാവിലു അവിടെ ഇരി. തുറക്കാം കൂടെ. ധൈര്യമായിട്ട് തുറന്നു. പ്രകാശി, ദേ ഒരു സൂചി പോലും അനങ്ങരുത്. പേടിപ്പിക്കാടേ. പേടിപ്പിക്കണാണോ? പിന്നെ സ്വർണ്ണപ്പല്ലി കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോ എന്നെ മറക്കരുത്.
ഞാൻ അങ്ങനെ ചെയ്യൂടാ. അതാണ് ഒരു പല്ലിന്റെ പകുതി ഞാൻ നിനക്ക് തരും. സ്വർണ്ണപ്പല്ലൊക്കെ മുറിക്കാൻ പറഞ്ഞാൽ ഭയങ്കര പാടാട്ടോ. ഒരു ഫുൾ പല്ലും തരും. നീ അത്രയ്ക്ക് ബുദ്ധിമുട്ടണ്ട. ഞാൻ കൃത്യമായിട്ട് കൊണ്ടേ മുറിച്ചിട്ട് നിനക്ക് പകുതി പല്ല് കൊണ്ട് തന്നോളാം. റിസ്ക്കാണ്, അതുകൊണ്ട് പറഞ്ഞ റിസ്ക് ഞാൻ എടുത്തോളാം കേട്ടാ. നോക്ക്. എടി ഇന്നത്തൊക്കെ കാണുന്നില്ലല്ലോ. ഇനി നിങ്ങളുടെ അമ്മ നമ്മളെ തേച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. എന്നെ എന്തിനാണ് കൊല്ലണത്? നീ അല്ലേ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത്? നിങ്ങൾ ഇനി മാറിക്ക് പ്രകാശി. ഒരു സംഭവം പറഞ്ഞാൽ ഇങ്ങോട്ട് മറിക്കും, ഞാൻ നോക്കാം. ഇത് വലിയ സംഭവം വീണക്കോട്ടം കണ്ടുപിടിക്കും. എന്ത് ഒരു സൂചി പോലെ അനങ്ങര എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ വലിച്ചു വാരി. ആദ്യം ഇതൊന്നും തപ്പിക്കിട്ടട്ടെ, ആദ്യം കഴിഞ്ഞല്ലേ സൂചി. എന്താണ് ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചാൽ ഒരു ഉത്തരവാദിത്തമില്ല. ഇതാണ് ഗുളിക. പ്രകാശി, ദേ ഒരു സംഭവം കിട്ടി, ഒരു ടിന്ന് കിട്ടി. നോക്കിയേ. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. നോക്ക്, സംഭവം തന്നെ. കവർ പിടിച്ചേ. തുറക്ക്. ഉണ്ടപ്പല്ലാന്ന് തോന്നണം കേട്ടോ, അതേ ഉരുണ്ടിരിക്കാൻ തോന്നുന്നു. കവർ ഒരുപാട് വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ അമ്മ? ഇത് എന്തുവാടാ? പയ്യെ പയ്യെ പയ്യെ. എവിടെ? അടിയിലല്ല. ഇതെന്താണ്? ലെറ്ററാ? ഇതിലെന്താ എഴുതിയിട്ടുണ്ടല്ലോ? എന്റെ പൊന്നു മോനെ, ഞാൻ നിന്റെ അമ്മയാണ്. നിന്നെയല്ല, നിന്റെ തന്തയെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. വിളച്ചിലിറക്കല്ലേ മക്കളെ. ഒരു കാര്യം ഉറപ്പാണ്, ആ പല്ല് ഇവിടെ തന്നെ കാണും. നീ നോക്കിക്കോടാ വേണുക്കുട്ടാ. ആ പല്ല് ഇവിടെ ഉണ്ടെങ്കിൽ ഞാനത് അഴിച്ചു മാറ്റിയിരിക്കും. എന്റെ തന്തയാണ് സത്യം. എന്തായാലും തന്തയ്ക്ക് പറഞ്ഞവൻ തന്നെ.